students, we already discussed the topic sources of ancient Indian history. So what are sources? Sources are essential for writing of history or any part of a history. So the sources that is divided into various categories. ഉപദാനങ്ങൾ പലതരത്തിലുണ്ട്. ഹിസ്റ്ററിയുടെ റീകൺസ്ട്രക്ഷൻ, അത് പുനർനിർമ്മാണത്തിനായി ഉപദാനങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഇപ്പോൾ സോഴ്സസുകൾ നമുക്ക് പലതരത്തിലും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായും സോഴ്സസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നോർമലി ദ സോഴ്സസ് ആർ ഡിവൈഡഡ് ഇൻ ടു സോഴ്സസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഏത് ചരിത്രത്തിൻ്റെ ഉപദാനങ്ങളെയും നമ്മൾ രണ്ടായിട്ടാണ് സാധാരണ പഠിക്കുന്നത്: ലിറ്റററി സോഴ്സസ് ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ലിറ്റററി സോഴ്സസ് എന്താണെന്നും ആർക്കിയോളജിക്കൽ സോഴ്സസും, അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ വാട്ട് ആർ ദ മേജർ ലിറ്റററി സോഴ്സസ്? എന്താണ് മേജർ ആയിട്ടുള്ള ലിറ്റററി സോഴ്സസ്? ഏതൊക്കെ ഉപദാനങ്ങളാണ് സാഹിത്യ സ്രോതസ്സുകളിൽ നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്? ഏതൊക്കെ ഉപദാനങ്ങളാണ് നോക്കിക്കേ. വേദിക് ലിറ്ററേച്ചർ, ലേറ്റർ വേദിക് ലിറ്ററേച്ചർ, പുരാണാസ്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ജെയിൻ ലിറ്ററേച്ചർ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആൻഡ് ഫോറിൻ അക്കൗണ്ട്സ് ആർ ദ വേരിയസ് ലിറ്റററി സോഴ്സസ് ഇൻക്ലൂഡഡ് ഇൻ ലിറ്റററി സോഴ്സസ്. അപ്പോൾ ലിറ്റററി സോഴ്സസ് സാഹിത്യ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് വേദസാഹിത്യങ്ങൾ, ദെൻ ലേറ്റർ വേദിക് സാഹിത്യങ്ങൾ, പിൽക്കാല വേദ സാഹിത്യങ്ങൾ, പുരാണങ്ങൾ, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളും ജെയിൻ സാഹിത്യങ്ങൾ, സംസ്കൃതത്തിലും മറ്റു വിദേശ അക്കൗണ്ടുകളും നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു. സോ വേദിക് ലിറ്ററേച്ചറുകളിൽ പ്രധാനമായും എന്തൊക്കെയായിരിക്കും? വേദാസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. അത് 4 വേദങ്ങളും അതിൻ്റെ വേദാംഗാസ്, നമ്മളതിൻ്റെ സപ്ലിമെൻ്ററി പാർട്ടായിട്ടുള്ള വേദാംഗങ്ങളുമാണ് ഏതിൽ ഉൾപ്പെടുന്നത്? വേദിക് ലിറ്ററേച്ചറിൽ ഉൾപ്പെടുന്നത്. വേദാസ്, വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, ആദിവേദമായിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അതിൻ്റെ തന്നെ വേദാംഗങ്ങളും വേദിക് ലിറ്ററേച്ചറിൽ ഉൾപ്പെടുന്നു. ഇനി ലേറ്റർ വേദിക് ലിറ്ററേച്ചർ വിച്ച് ഇൻക്ലൂഡഡ് ഉപനിഷത്ത്, ആരണ്യകാസ് ആൻഡ് ബ്രാഹ്മണാസ്. അത് വേദങ്ങളിൽ തന്നെ ഒരുപാട് നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും. വേദങ്ങൾ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് ദി വേദാസ് ദാറ്റ് വാസ് റിട്ടൺ ഇൻ വേരിയസ് ഫോംസ്. അതായത് ഉപനിഷത്സ് പല ഫിലോസഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിട്ട് ഉപനിഷത്തുകളായിട്ട് അതിലുണ്ടായിരുന്നു. പിന്നെ ആരണ്യകങ്ങൾ എന്ന് പറയും. ചില പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ചരിത്രത്തെ പറയുന്ന ആരണ്യകങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ബ്രാഹ്മണങ്ങൾ. അത്തരത്തിൽ ലേറ്റർ വേദിക് ലിറ്ററേച്ചറും മറ്റൊരു പ്രധാന ഉപദാനങ്ങളാണ്. അതുകൂടെ നമ്മുടെ പുരാണങ്ങൾ, അല്ലേ, നമുക്ക് ഒരുപാട് പുരാണങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്പേഴ്സൊക്കെ അതിൽ പറയുന്നുണ്ട്. പുരാണങ്ങളുണ്ട്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകൾ, അത് പാലി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ജെയിൻ സാഹിത്യങ്ങളും, അത് പ്രാകൃത് ഭാഷയിൽ എഴുതിയ ജെയിൻ സാഹിത്യങ്ങൾ. പിന്നെ സംസ്കൃതത്തിൽ എഴുതിയ മറ്റു പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഫോറിൻ അക്കൗണ്ട്സുകൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പം അന്ന് നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പുരാതന ഇന്ത്യയെക്കുറിച്ചുള്ള ഫോറിൻ അക്കൗണ്ട്സ് വിച്ച് ഇൻക്ലൂഡഡ് ദി ഗ്രീക്ക്, ചൈനീസ് ആൻഡ് അറേബ്യൻ ഫോറിൻ അക്കൗണ്ട്സ്. വിദേശികൾ എന്ന രീതിയിൽ നമ്മൾ ഗ്രീക്കുകാരുടെയും ചൈനീസിൻ്റെയും അറേബ്യൻസിൻ്റെയുമാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഫോറിൻ അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ മേജർ ലിറ്റററി സോഴ്സസ് വേദാസം അല്ലെങ്കിൽ ലേറ്റർ വേദിക് ലിറ്ററേച്ചറുകൾ കൂടാതെ നമുക്ക് എന്തും കൂടെയുണ്ട്? കുറച്ച് റിലീജിയസ് ലിറ്ററേച്ചറുകളും കൂടെ നമുക്ക് ഉണ്ട്. കോമൺ പെർസെപ്ഷൻസ് ഓൺ ലിറ്റററി സോഴ്സസ്. സാധാരണ നമ്മളതിന് എന്താ പറയുന്നത്? റിലീജിയസ് ലിറ്റററി സോഴ്സസ് ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്. ആ റിലീജിയസ് ലിറ്റററി സോഴ്സസുകളും അതിൻ്റെ അത്തരത്തിലുള്ള ചെറിയ ക്രോണോളജി നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ റിലീജിയസ് ലിറ്റററി സോഴ്സസുകളും നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? ഈ ലിറ്റററി സോഴ്സസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി അതുകൂടാതെ മറ്റ് ലിറ്റററി സോഴ്സസിൻ്റെ, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അനദർ ഡിവിഷനാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഇസ് ദി അനദർ ഡിവിഷൻ ഓഫ് ദാറ്റ് സോഴ്സസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി വിച്ച് ഇൻക്ലൂഡഡ് ദി ആർക്കിടെക്ചറൽ സോഴ്സസ്. അല്ലേ, ആർക്കിടെക്ചർ നമ്മൾ ഉപദാനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് നേരിട്ട് കണ്ടെത്തുന്ന എല്ലാതും പ്രൈമറി സോഴ്സസ് ആയിട്ടാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉൾപ്പെടുന്നത്. ആൻഡ് ഓൾ ദി എക്സ്കവേഷൻസ് നടത്തി നമ്മൾ കണ്ടുപിടിച്ച എല്ലാ സ്രോതസ്സുകളും ഇതിൽ ഉൾപ്പെടുത്തുന്നു. എപ്പിഗ്രാഫിക്കൽ സോഴ്സസ് ആൻഡ് ന്യൂമസ്മാറ്റിക് സോഴ്സസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ദിസ് ടോപ്പിക്. എപ്പിഗ്രാഫി, ഇൻസ്ക്രിപ്ഷൻസിൻ്റെ സോഴ്സസ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ദെൻ ന്യൂമസ്മാറ്റിക്സിൻ്റെ സോഴ്സസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻസ്ക്രിപ്ഷൻസിനും ന്യൂമസ്മാറ്റിക്, സ്റ്റഡി ഓഫ് കോയിൻസ് അല്ലെങ്കിൽ എക്സ്കവേഷൻസ്, അങ്ങനെ മുഴുവൻ കിട്ടുന്ന എല്ലാ സ്രോതസ്സുകളും നമ്മൾ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? ആർക്കിയോളജിക്കൽ സോഴ്സസിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനോടുകൂടി നോക്കാം.
അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. സോഴ്സസ് ആർ എസെൻഷ്യൽ ഫോർ റൈറ്റിംഗ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യ. സോഴ്സസ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. ഏതിൻ്റെ ഒരു ചരിത്ര പുനർനിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദാനങ്ങളാണ് സ്രോതസ്സുകൾ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ലിറ്റററി സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസും. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രീ ഡയഗ്രാം പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഡയഗ്രത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ് നമ്മൾ ഈ സ്ലൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ ലിറ്റററി സോഴ്സസിൽ പ്രധാനമായും ഏതെല്ലാമാണ് ലിറ്റററി സോഴ്സസ്? റിലീജിയസ് ലിറ്ററേച്ചർ, സെക്കുലർ ലിറ്ററേച്ചർ ആൻഡ് ഫോറിൻ അക്കൗണ്ട്സ്. അല്ലേ, റിലീജിയസ് ലിറ്ററേച്ചർ നമ്മൾ വേദകാല സാഹിത്യങ്ങളാണ് കണ്ടത്. പിൽക്കാല വേദകാല സാഹിത്യങ്ങൾ, ഇവയ്ക്കുള്ള പ്രധാനപ്പെട്ട നേച്ചർ തന്നെ എന്തായിരുന്നു? റിലീജിയസ് നേച്ചറാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നോഷൻസ് ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ കണ്ടാണ് മിത്ത് ആൻഡ് റിലീജിയൻ ആർ ദി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് എന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലീജിയസ് ലിറ്ററേച്ചറും സെക്കുലർ ലിറ്ററേച്ചറുകളും, അതായത് ജെയിൻ ബുദ്ധിസ്റ്റ് സാഹിത്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫോറിൻ അക്കൗണ്ട്സുകൾ. ഇനി റിലീജിയസ് ലിറ്ററേച്ചറിൽ പ്രധാനമായും ഏതൊക്കെയാണ്? ദ ഹിന്ദു ലിറ്ററേച്ചർ. നമ്മൾ ഹിന്ദു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാല ഇന്ത്യ നമ്മൾ ആ രീതിയിൽ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് ഹിന്ദു ലിറ്ററേച്ചർ എന്ന രീതിയിൽ പറയുന്നത്. നമുക്ക് മറ്റ് മതങ്ങളുമായൊരു ബന്ധമൊന്നും നമുക്കിതിൽ പറയുന്നില്ല. അതിൽ പ്രധാനമായും ദ ഹിന്ദു ലിറ്ററേച്ചർ ഓർ നമ്മുടെ റിലീജിയസ് ലിറ്ററേച്ചറിൽ വരുന്നത് വേദങ്ങളാണ്. ദ ഫസ്റ്റ് വേദയായ ഋഗ്വേദ, ദ സാമവേദ, ദി അഥർവവേദ ആൻഡ് യജുർവേദ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാ? ഉപനിഷത്സ്. അപ്പോൾ വേദങ്ങളിൽ ഏതൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം, അഥർവവേദം ആൻഡ് യജുർവേദം. ഇനി അതുകൂടാതെ ഉപനിഷത്തുകൾ നമുക്കതിൽ കാണുന്നു. നമ്മുടെ എപ്പിക്സ് ആയിട്ടുള്ള രാമായണ, മഹാഭാരതയും പുരാണങ്ങളും നമുക്ക് കാണുന്നുണ്ട്. രാമായണ, മഹാഭാരത ആൻഡ് പുരാണാസ്. അല്ലേ, രാമായണ, മഹാഭാരത, പുരാണങ്ങൾ നമുക്ക് റിലീജിയസ് ലിറ്ററേച്ചർ എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൂടാതെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. രണ്ടാമത്തെ കാറ്റഗറിയാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. നമ്മൾ സെക്കുലർ അക്കൗണ്ടും പറഞ്ഞല്ലോ, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. ഈ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളിൽ ബുദ്ധിസ്റ്റ് സാഹിത്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ പറയുന്നത്. ഇപ്പോൾ ബുദ്ധമത സാഹിത്യങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായും നമുക്ക് കാണുന്നത് ത്രിപീഠകാസാണ്. അല്ലേ, പീഠകങ്ങൾ എന്നറിയപ്പെടുന്ന ത്രിപീഠകാസാണ്. വിനയ പീഠക, ശുദ്ധ പീഠക ആൻഡ് അഭിധാമ പീഠക. 3 പീഠകങ്ങളാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിനയ പീഠക, ശുദ്ധ പീഠക ആൻഡ് അഭിധാമ പീഠക. അതുകൂടാതെ തന്നെ ജാതക സ്റ്റോറീസ്. അത് ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ജീവചരിത്രമാണ്. അതിൽ ജാതക സ്റ്റോറീസും ദീപവംശവും മഹാവംശം എന്നറിയപ്പെടുന്ന ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ പഠിച്ചാൽ കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ ഇതേ രീതിയിൽ സോഴ്സസ് പഠിക്കുമ്പോൾ ഓൾ ദ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ജെയിൻ ലിറ്റററി സോഴ്സസുകൾ, കാരണം ഇതൊന്നും നമുക്ക് മാറുന്നില്ല. ഏൻഷ്യൻ ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ അത് ഇന്ത്യൻ്റെ കേരള ഹിസ്റ്ററിയുടെ വോട്ടെവർ ഇറ്റ് മേ ബി ദ സോഴ്സസ് ഓഫ് ദി ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഈ പറയുന്ന ലിറ്റററി സോഴ്സസിനൊന്നും നമുക്ക് മാറ്റങ്ങൾ പറയാൻ സാധിക്കില്ല. ദെൻ അതുകൂടാതെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ കൂടാതെ അതർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ആർ ദി ജെയിൻ ലിറ്ററേച്ചർ. അതിൽ ജെയിൻ ലിറ്ററേച്ചർ നമ്മൾ ജെയിൻസ് ലിറ്ററേച്ചർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു അങ്കാസ്. അത് അങ്കാസ് മീൻസ് ഡിവിഷൻസ്, പല പല ഡിവിഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ അങ്കാസാണ് 12 അങ്ക, ഉപാംഗ അല്ലെങ്കിൽ പ്രകാരണ എന്നുള്ള രീതിയിലുള്ള ഒരു ഡിവിഷൻസാണ് നമ്മൾ സാധാരണ ഏതിൽ കാണുക? ജെയിൻ ലിറ്ററേച്ചറിൽ കാണുക. So literary sources, it is divided into 3 categories: religious literature, secular literature and accounts of the foreigners. റിലീജിയസ് സാഹിത്യ സ്രോതസ്സുകൾ 3ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മതപരമായ സാഹിത്യങ്ങൾ, മതേതര സാഹിത്യങ്ങളും വിദേശ അക്കൗണ്ടുകളും. അതിൽ മതപരമായ സാഹിത്യങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ത്രിപീഠങ്ങൾ, ജൈന ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളുമാണ് പ്രധാനമായിട്ടും ഈ റിലീജിയസ് ലിറ്ററേച്ചർ സോഴ്സസുകൾ നമ്മൾ കാണുന്നത്. ദെൻ അനദർ കാറ്റഗറിയാണ് നമ്മുടെ സെക്കുലർ ലിറ്ററേച്ചർ. സോ സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പെർട്ടിക്കുലർ മതേതര സാഹിത്യമില്ലാതെ മതങ്ങളെ ഉൾപ്പെടുത്താതെ മതേതര സാഹിത്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയുന്നത്. അത് ആരുടെയൊക്കെയായിരുന്നു? അന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ എഴുതിയ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മളതിൽ, സാഹിത്യ കൃതികളാണിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കുലർ ലിറ്ററേച്ചർ ഡ്യൂറിങ് ദി ഏൻഷ്യൻ ടൈം or which indicated the history of ancient India, that was the first one, Panini's അഷ്ടധ്യായി. പാണിനിയുടെ അഷ്ടധ്യായിയാണ്. പിന്നെ ചന്ദഭരതായിയുടെ പൃഥ്വിരാജ രാസോ. ദെൻ വിശാഖദത്തൻ്റെ മുദ്ര രാക്ഷസ, വിശാഖദത്താസ്
മുദ്ര രാക്ഷസസ്, കാളിദാസൻ്റെ പ്രസിദ്ധമായ കൃതികളായ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മാളവിക അഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം തുടങ്ങിയ കഥകൾ അല്ലെങ്കിൽ തുടങ്ങിയ ലിറ്റററി സാഹിത്യ കൃതികൾ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തന്നെ ഹർഷവർദ്ധൻ്റെ രത്നാവലി, പ്രിയദർശിക, നയനാന്ത തുടങ്ങിയ ഒരുപാട് നയനാന്ത എന്നുള്ള തുടങ്ങിയ ഒരുപാട് കൃതികൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. പാണിനിയുടെ അഷ്ടധ്യായി, ചന്ദവരദായിയുടെ പൃഥ്വിരാജ രാസോ, വിശാഖദത്തൻ്റെ മുദ്ര രാക്ഷസ, കാളിദാസൻ്റെ മാളവിക അഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം തുടങ്ങിയ കൃതികളും പ്രധാനപ്പെട്ട ഒരു സെക്കുലർ ലിറ്ററേച്ചർ മതേതര സാഹിത്യ കൃതികളായും അതിൽ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഏൻഷ്യൻ ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അക്കൗണ്ട്സ് ഓഫ് ദി ഫോറിൻ ട്രാവലേഴ്സിൽ പ്രധാനമായും നമ്മൾ കണ്ടായിരുന്നു ഗ്രീക്കുകാരുടെയും അല്ലെങ്കിൽ ചൈനീസ് സാഹിത്യ ഫോറിൻ അക്കൗണ്ട്സുകളും അതുപോലെ തന്നെ മറ്റ് അറബിയൻ അക്കൗണ്ടുകളാണ് നമ്മൾ കാണുന്നത്. കേരള ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കാണുന്ന അതേ സ്രോതസ്സുകൾ തന്നെയാണ്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയാണ് നമ്മൾ വരുന്നത്. പിന്നെ ഹുയാൻസാങ്ങിൻ്റെ കൃതികൾ, ഹുയാൻസാങ്ങിൻ്റെ സുയൂക്കി ഹുയാൻസാങ്ങിൻ്റെയും അൽബറിനുടെ താരിഖി ഹിന്ദ് എന്നുള്ള കൃതികളാണതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള foreign accountsകളും it also provided an important sources for the reconstruction of ancient Indian history. And apart from that, the another important division of the sources is that the archaeological sources. We already discussed what was the archaeological sources division. So all the coins, then inscriptional evidences, monuments, buildings, weapons, tools, the sculpture, painting and other remains and the excavational materials that was included in the archaeological sources. അപ്പോൾ പുരാവസ്തു പരമായിട്ടുള്ള സ്രോതസ്സുകൾ എന്ന് ഉൾപ്പെടുമ്പോൾ നമ്മൾ നേരിട്ട് ലഭിച്ച ഉപദാനങ്ങളാണ് അല്ലേ. നേരിട്ട് ലഭിച്ച ഉപദാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ ലഭിച്ച ഉപദാനങ്ങളെയാണ് നമ്മളതിൽ പറയപ്പെടുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ന്യൂമസ്മാറ്റിക്സ് എന്ന് അറിയപ്പെടുന്ന സ്റ്റഡി ഓഫ് കോയിൻസ്, നാണയ പഠനങ്ങളും, ദെൻ എപ്പിഗ്രാഫി എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻസിന് ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ദെൻ മോണ്യുമെൻറ്റ്സുകൾ, അന്ന് കുഴിച്ചുകെട്ടിൽ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ, അന്നത്തെ ബിൽഡിങ്ങൾ, കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന വെപ്പൺസ്, അവരുടെ ആയുധങ്ങൾ, ടൂൾസ്, ഉപകരണങ്ങൾ, പിന്നെ അന്നത്തെ പെയിൻറ്റിങ്ങൾ, ചിത്രകലകളും അല്ലെങ്കിൽ ശില്പകലകളും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഓൾ ദി ആർക്കിയോളജിക്കൽ റിമെയിൻസ്, നമ്മൾ പുരാവസ്തു ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ എല്ലാ റിമെയിൻസുകളും അല്ലെങ്കിൽ എക്സ്കവേഷൻസിലൂടെ കണ്ടെത്തിയ എല്ലാ ഉപദാനങ്ങളും അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ കുഴിച്ചെടുത്ത് കണ്ടെത്തിയ എല്ലാ ഉപദാനങ്ങളും പ്രൈമറി സോഴ്സസ്, പ്രാഥമിക ഉപദാനങ്ങളായി ഉപയോഗിക്കുകയും അത് ഇറ്റ് ഹെൽപ്ഡ് ഇൻ ദി പ്രൈമറി സോഴ്സസ്, ദി ആർക്കിയോളജിക്കൽ സോഴ്സസ് വിച്ച് ഹെൽപ്ഡ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. കുറച്ചും കൂടെ നമുക്കതിൽ റീകൺസ്ട്രക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. History is the story of a past ആണ്. So it is an unending dialogue between past and present അല്ലേ. ചരിത്രം എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഓഫ് പാസ്റ്റ് ആണ്. അതിൽ ഒന്നിൽ കൂടുതൽ കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ നോർമലി ഹിസ്റ്ററി ഇറ്റ് ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. കഴിഞ്ഞ കാലവും വർത്തമാനകാലവും തമ്മിൽ എപ്പോഴും അൺഎൻഡിങ് ആണ്. അതായത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംവാദമാണ് ഇതിൽ പറയാൻ നമ്മൾ സാധാരണയായിട്ട് ഈ രീതിയിലുള്ളൊരു ഹിസ്റ്ററി എന്നൊരു നിർവചനത്തിൽ തന്നെ പറയാം. അപ്പോൾ ഒരു സ്രോതസ് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ദാറ്റ്സ് വൈ വി ഓൾറെഡി സെഡ് ദാറ്റ് ദ ഹിസ്റ്റോറിയൻസ് ടാസ്ക് ഈസ് ടു ഗീവ് എ പിക്ചർ ദാറ്റ് ഈസ് ക്ലോസ് ആസ് ദി റിയൽ. നമ്മൾ ശരിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു പിക്ചർ മാത്രമാണ് ആര് തരുന്നത്, ചരിത്രകാരന്മാർ തരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏറ്റവും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി കൊണ്ടുവരണമെങ്കിൽ നോർമലി നമുക്ക് എന്ത് കൊണ്ടുവരണം, ഇത്തരത്തിലുള്ള സ്രോതസ്സുകൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. സോ ലെറ്റ്സ് വി ക്യാൻ കൺക്ലൂഡ് the scholars have been able to construct the history of ancient India on the basis of the available literary and archaeological sources. So ancient Indian history can be reconstructed with the available sources, both the archaeological and literary sources. So these are the general categorization of the sources. അപ്പോൾ സാധാരണയായി നമ്മൾ ലഭ്യമാകുന്ന എല്ലാ ഉപദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആവുന്നത്, ചരിത്ര പുനർനിർമ്മാണം നമ്മൾ പോസിബിൾ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാവുന്ന എല്ലാ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഏൻഷ്യൻ ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ നമുക്കിവിടെ പോസിബിൾ ആവുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്രോതസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ. സോ ദീസ് ഇത് സം ഓഫ് ദ very essential points related to the sources of history we already discussed, but some of the students they missed the notes. That's why I again showing it in a PPT. Let's look at our PPT once more. That is the ancient Indian history sources ആണ്. Then in this just that division again it explained in various forms and its conclusions. Hope you understand. Then you can write it notes from this PPT and you can use it for your other reference purpose also. Thank you. We will have another PPT with another topic later. Thank you all dear students.